കൊല്ലുന്നത് പോട്ടെ, ഒരാളെ ഉപദ്രവിക്കുന്നത് പോലും എന്താണ്, ഒരു യഥാർത്ഥ മുസ്ലിം ആകുന്നതിൽ അവന് തടസ്സമാണ്. അവിടെ നിന്നിട്ടില്ല. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന എത്ര മുസ്ലിങ്ങളാണ് കാണുന്ന മുസ്ലിങ്ങളെ വധിക്കുന്നത്? അത് മാത്രം ആലോചിച്ച് നോക്കിയാൽ പോലെ. ഇസ്ലാം ദീനിനെ ശത്രുപക്ഷത്ത് നിർത്തുന്നവർ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന ദീനിനെ കരിവാരിത്തേക്കാനും അത് ഭീകരതയുടെ മതമാണ്, അക്രമത്തിൻ്റെയും മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നതിനുമൊക്കെ മതമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ ധാരാളമുണ്ട്. ഇസ്ലാമോഫോബിയ അത് ഒരുപാട് അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന യാഥാർത്ഥ്യത്തെ, യഥാർത്ഥ ശരിയെ അതിനെ വിമർശിച്ചുകൊണ്ട്, അതിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് എതിരാളികൾ പലതും പടച്ചുവിടാറുണ്ട്. വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും ചരിത്രങ്ങളും ഒന്നും കൃത്യമായി പഠിക്കാതെ മനസ്സിലാക്കാതെ ശത്രുക്കളുടെ നാവിൽ നിന്ന് കേൾക്കുന്നത് മാത്രം പടച്ചുവിടുന്ന മീഡിയകളും, എന്നാൽ യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കി മുൻപ് ഇസ്ലാമിനെ വിമർശിച്ച പലരും ശരിയായ ഇസ്ലാം ഇതല്ല, അത് സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ മതമാണ് എന്ന് പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ, ജീവിക്കുന്ന തെളിവുകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇസ്ലാം അങ്ങനെ ഈ ശത്രുക്കൾ പറയുന്നത് പോലെ അക്രമത്തിൻ്റെ മതമാണോ? അത് അങ്ങനെ ഒരു ശത്രുതയുടെയും അങ്ങനെ ആളുകളെ സഹോദരന്മാരാക്കാത്ത ഒരു സംഹിതയാണ്, മതമാണ് എന്ന് ഒരാൾ കേട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മളോടാരോടെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ, ശരിക്കും അതിൻ്റെ വസ്തുത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയും? സഹോദരങ്ങളെ, ഇസ്ലാം ദീനിനെ ശത്രുപക്ഷത്ത് നിർത്തുന്നവർ അങ്ങനെ വെക്കുന്നത് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാമിനെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിനെ എതിർപക്ഷത്തല്ല നിർത്താൻ പറ്റുക. ആശയം മറ്റേതുമാവട്ടെ, ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരാൾ അതിനെ അകറ്റുകയല്ല ചെയ്യുക, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക. ഇസ്ലാം ദീൻ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിലും അതിൻ്റെ ആളുകളെയും അതിനെ വിശ്വസിക്കുന്ന ആളുകളെയും ഒക്കെ സ്നേഹത്തോടു കൂടിയാണ് യഥാർത്ഥ ഇസ്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അതിനെ പ്രതികരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഏത് വിഷയം നമ്മൾ പറയുമ്പോഴും പഠിക്കുമ്പോഴും വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ശരിയായ സോഴ്സിൽ നിന്ന് പഠിക്കാനാണ് എല്ലാവരും നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ സോഴ്സ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായി വന്നിട്ടുള്ള പ്രവാചകചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കണ്ട് പഠിച്ച് മാറിയ സ്വഹാബത്തിൻ്റെയും അനുചരന്മാരുടെയും ഒക്കെ പാഠങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് മനസ്സിലാക്കി. സഹോദരങ്ങളെ, ഇസ്ലാമിലെ തെളിവുകൾ എന്തൊക്കെയാണ് പറയുന്നത്? വിശുദ്ധ ഖുർആനിലെ തെളിവുകൾ ഇങ്ങനെ ശത്രുതയുടെയും ആളുകളെ ആക്രമിക്കുന്നതിൻ്റെയും ഒക്കെ കാര്യമാണോ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ ഒന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ പല ആയത്തുകളും ഹദീസുകളും ഇതിൻ്റെ ഭാഗമായി കേട്ടിട്ടുണ്ടാകും. ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുന്നവൻ മനുഷ്യരെ ഒന്നടങ്കം കൊന്നവനെ പോലെ എന്നുള്ള വാചകം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് വളരെ ചെറിയ മറ്റു പല സമയത്തും സന്ദർഭങ്ങളിൽ നമ്മൾ കേൾക്കാതെ പോകുന്ന ചില ഹദീസുകളുണ്ട്. ഈ ഒരു വിഷയത്തിലേക്ക് കൂട്ടി വായിക്കപ്പെടാതെ, എന്നാൽ അത്ര തന്നെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഹദീസുകൾ, അത്തരം ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. വളരെ ചെറിയ, വളരെ സംക്ഷിപ്തമായിട്ടുള്ള, വളരെ ആശയങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ് ഈ പറഞ്ഞ വാചകം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥത്തിലൊരു മുസ്ലിം എന്ന് പറയുന്നത് അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കൈകളിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ എപ്പോഴാണോ സുരക്ഷിതരാകുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിലൊരു യഥാർത്ഥ മുസ്ലിം ആകുന്നത് എന്ന് നമുക്ക് ഇതിൻ്റെ ആശയം അങ്ങനെ പറയാം. അപ്പോൾ ഒരാളുടെ ഉപദ്രവം, കൊല്ലുന്നത് പോട്ടെ, ഒരാളെ ഉപദ്രവിക്കുന്നത് പോലും എന്താണ്, ഒരു യഥാർത്ഥ മുസ്ലിം ആകുന്നതിൽ അവന് തടസ്സമാണ്. അവിടെ നിന്നിട്ടില്ല. അവിടെ ഹദീസുകൾ വീണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസാണത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പരം പങ്കുവെക്കലുകളുടെയും ഒക്കെ ദീനിനെ എങ്ങനെയാണ്
ഇത് ആക്രമണത്തിൻ്റെയും അഹിംസയുടെയും യുദ്ധത്തിൻ്റെയും ഒക്കെ മതമാണ്, ഭീകരതയുടെ മതമാണ് എങ്ങനെ പറയാം? അവർ ഈ ഒരൊറ്റ ഹദീസ് മനസ്സിലാക്കിയാൽ മതി. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഈമാൻ പല രൂപത്തിൽ പൂർത്തിയാകും. അതിലെ സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, മറ്റുള്ളവരുമായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ഇടപഴകലുകളിൽ ആ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥ ഈമാൻ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പൂർത്തീകരണമാണ്, കമാലിയത്ത് വരുന്നതിൻ്റെ ഒരു ഏരിയയാണ് എന്ത്? തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സുഹൃത്തിനും സഹോദരനും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുക. നല്ലൊരു ജോലി, നല്ല കുടുംബം, നല്ല സമാധാന ജീവിതം, ഇത് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് അവൻ എന്തു ചെയ്യണം? തൻ്റെ സഹോദരനും തൻ്റെ ബന്ധുക്കൾക്കും തനിക്ക് പരിചയമുള്ളവർക്കുമൊക്കെ ഇതുപോലെയുള്ള ഒരു ജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കേണ്ടവനാണ്. അപ്പോഴാണ് അവൻ്റെ ഈമാൻ അത് കമാൽ പൂർത്തിയാകുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം ഹദീസുകൾ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്ന, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്നത് സഹോദരന്മാരെ, തൻ്റെ കൂടെയുള്ളവരെ സ്നേഹിക്കുകയും അവരെ അടുപ്പിക്കുകയും പരസ്പരം അവരുടെ സംസാരങ്ങളിലും പെരുമാറ്റത്തിലുമൊക്കെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹം അനുവർത്തിക്കുന്ന, വെറുപ്പുളവാക്കുന്ന ഒന്നുമില്ലാത്ത രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ എല്ലാ അധ്യാപനങ്ങളും ഉള്ളത്. മറ്റൊരു ഹദീസ് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ. ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ പേടിപ്പിക്കുന്നതിന്, ഭയപ്പെടുത്തുന്നതിന് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും സങ്കടകരമെന്ന് പറയട്ടെ, തമാശ രൂപേണ പല ആളുകളും ഇത്തരം ചെയ്തികൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ ക്ലാസ്സുകളിലോ അതല്ലെങ്കിൽ വീടകങ്ങളിലുമൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും ഇത്തരം പേടിപ്പിക്കൽ അറിയാതെ നടക്കുന്നതായിരിക്കും. സ്കൂൾ ക്ലാസ്സുകളിൽ അവരുടെ കൂട്ടുകാരുടെ ചെരുപ്പോ ബാഗോ പുസ്തകങ്ങളോ ഒക്കെ മാറ്റി വെക്കുക, എന്നിട്ട് അവർ ഇത് തിരയുന്നത് കണ്ട് സന്തോഷിക്കുക. അതൊക്കെ ഒരു തരം പിശാച് നമ്മളിൽ ഉള്ളിലിട്ട് തരുന്ന രസങ്ങളാണ്. അതൊരു ആനന്ദമെന്ന് തോന്നുമെങ്കിലും ഈ ഹദീസിനെ വെച്ച് നോക്കുമ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ പോലും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ എന്ത് ചെയ്യാൻ പാടില്ല? പേടിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഹദീസിനെ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ യാതൊരു തരത്തിലും നമ്മളുടെ സംസാരങ്ങളിലോ നമ്മുടെ വാക്കുകളിലോ നമ്മുടെ പ്രവൃത്തികളിലോ ഇങ്ങനെയുള്ളൊരു സംഭവം മറ്റുള്ള ആളുകളെ പേടിപ്പിക്കുന്നതോ അവരെ ഭയാശങ്കയുള്ളവരാക്കുന്നതോ എന്നുള്ള വിഷയത്തിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ ഒന്നും ഉണ്ടാവരുത് എന്ന് നമ്മൾ ഉറപ്പിക്കുക. സഹോദരങ്ങളെ, അവിടെ തീർന്നില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളുടെ വിഷയത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എന്താ പറയുക, ഈ ആരെങ്കിലും വധിച്ചാൽ, മൻ ഖതല മുആഹിദൻ, ആരെങ്കിലും വധിച്ചാൽ, ആരെയാണ്? മുസ്ലിം രാജ്യത്ത് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ നാട്ടിൽ അവിടെ സമാധാന കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ വധിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൻ്റെ പരിമളം പോലും ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിച്ച യഥാർത്ഥ ദീനിൻ്റെ ഈ ആക്രമണത്തിൻ്റെയും ഇതുപോലെയുള്ള ഭീകരതയുടെയും ഒക്കെ ആശയമാണ് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നവർ ഈ ഹദീസുകൾ എന്തേ കാണാതെ പോകുന്നത്? യുദ്ധത്തിന്റെ വിഷയത്തിൽ പോലും ഒരുപാട് നന്മകൾ പഠിപ്പിക്കുന്ന ദീനിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. യുദ്ധത്തിൽ പോകുമ്പോൾ എന്താ പറഞ്ഞത്? സ്ത്രീകളെയും കുട്ടികളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? വധിക്കരുത്, ആരാധനാലയങ്ങൾ തകർക്കരുത്, മരങ്ങൾ നിങ്ങൾ മുറിക്കരുത്. ഇതൊക്കെ പലരും യുദ്ധത്തിന്റെ വിഷയത്തിൽ നോക്കാത്ത വിഷയങ്ങളാണ്. പല ആളുകളും യുദ്ധം നടക്കുമ്പോൾ അവിടെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന സൗകര്യങ്ങൾ അങ്ങനെ എന്താവട്ടെ, യുദ്ധത്തിന് ഇങ്ങോട്ട് ആക്രമിക്കുന്നത് ആരാണോ അവരെ മാത്രം പ്രതിരോധിക്കാൻ, അവർക്ക് പ്രതിക്രിയ ചെയ്യാൻ അവിടെ യുദ്ധത്തിൽ മാത്രമാണ് ഇസ്ലാം അനുമതി കൊടുക്കുന്നത്. പലപ്പോഴും സങ്കടകരമെന്ന് പറയട്ടെ, യുദ്ധത്തിൻ്റെ സമയത്ത് അവിടെ പ്രതികരിക്കേണ്ട വിഷയത്തിലിറങ്ങിയ വാചകങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ടാണ് പലപ്പോഴും ശത്രുക്കൾ ഇസ്ലാം ഇങ്ങനെ ശത്രുക്കളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്നുണ്ട് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്ത് കാലങ്ങളായി 1400-ലധികം വർഷങ്ങളായി മുസ്ലിങ്ങൾ അത് ഓതുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന എത്ര മുസ്ലിങ്ങളാണ് കാണുന്ന മുസ്ലിങ്ങളെ വധിക്കുന്നത്? അത് മാത്രം ആലോചിച്ച് നോക്കിയാൽ പോരെ. ഇസ്ലാം പ്രാക്ടിക്കലായി ചെയ്യുന്നുണ്ട് എങ്കിൽ, അവർ പറയുന്ന വാദം ശരിയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കട്ടെ. സഹോദരങ്ങളെ, അങ്ങനെയല്ല ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്നത്. ഒരു പറ്റിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ലെന്നാണ്. മറ്റൊരു സംഭവം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കച്ചവടക്കാരൻ്റെ ഗോതമ്പ് വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ്
വിരൽ കൈയൊന്ന് താഴോട്ടിട്ടപ്പോൾ താഴ്ഭാഗം അല്പം നനഞ്ഞത് കണ്ടു. മുകളിൽ അത്യാവശ്യം ഉണങ്ങിയ ഗോതമ്പാണ്. താഴെ നനഞ്ഞത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണ്, ഫമൻ ഖശ്ശ ഫലൈസ മിന്നി. സഹോദരങ്ങളെ, പറ്റിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുകയാണ്, നാം കൊടുക്കേണ്ട കടമകൾ നിർവഹിക്കാതിരിക്കുകയാണ്. അങ്ങനെ പറ്റിക്കുന്നവരും നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ മാതൃകകൾ കൂട്ടി വായിക്കുമ്പോൾ അര നിമിഷം പോലും ഒരു അർദ്ധ സത്യം പോലും ആകുന്നില്ല ഇസ്ലാം ഭീകരരുടെ മതമാണ് എന്നുള്ളത്. നമ്മൾ ഇതുപോലെയുള്ള ഹദീസുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ ആരെയും പേടിപ്പിക്കാതിരിക്കുക, നീതിയുക്തമായിട്ടുള്ള ജീവിതം നയിക്കുക, ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പ്രയാസപ്പെടുത്താതെ സ്നേഹവും സാഹോദര്യവും കലർന്ന ജീവിതവുമായി പെരുമാറ്റവുമായി മുന്നോട്ട് പോവുക. ജീവിക്കുന്ന മുസ്ലിമുകളായി ഇസ്ലാം ജീവിച്ചുകൊണ്ട് അതിലൂടെ സന്ദേശം പകരുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.